CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒഡീഷയ്ക്കെതിരായുള്ള തോൽവിയെക്കുറിച്ച് IM വിജയൻ പറഞ്ഞ വാക്കുകളും കൂടാതെ നിലവിൽ ബ്ലാസ്റ്റേഴ്സിനെ കളിയാക്കിക്കൊണ്ട് നിലവിൽ മുൻ ISL താരമായ എറിക് പാർത്താലുവും രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും കൂടുതൽ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ആദ്യം തന്നെ നമുക്ക് മുൻ ISL താരമായ എറിക് പാർത്താലു ബ്ലാസ്റ്റേഴ്സിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഒഡീഷ FCക്കെതിരായുള്ള തോൽവിയെ കുറിച്ച് ഒരുപാട് ട്രോളുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ മുൻ ISL താരവും നിലവിലെ ISLിലെ ഒരു പ്രസിദ്ധ കമന്റേറ്ററുമായ എറിക് പാർത്താലു ബ്ലാസ്റ്റേഴ്സിനെ കളിയാക്കിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം താരം ISLിൽ കളിക്കുന്ന കാലം തൊട്ടേ താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ക്ലബിനോട് വളരെയധികം ദേഷ്യമുണ്ട്. നിലവിലെ ISLിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായ ബംഗളൂരു FCക്ക് വേണ്ടിയായിരുന്നു താരം പണ്ട് പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബംഗളൂരു FC ആരാധകരുടെ ഒരു പിന്തുണ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ കളിയാക്കിക്കൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. കൂടാതെ ഈ ഒരു താരം ആദ്യത്തെ തവണയൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ കളിയാക്കുന്നത്. ഇതിനു മുൻപും ഒരുപാട് തവണ താരം കളിയാക്കിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരാജയത്തിന് ശേഷം മുൻ ISL താരമായ എറിക് പാർത്താലു ബ്ലാസ്റ്റേഴ്സിനെ കളിയാക്കി രംഗത്തേക്ക് വന്നിട്ടുള്ളത് ഇപ്രകാരം: കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ISL ക്ലബ്ബ് ഈ ഒരു 10ാം സീസണിന്റെ പകുതി വരെ അവരുടെ മരീഷ്യൻ അഡ്രിയാൻ ലൂണ ഉള്ളത് കൊണ്ട് മാത്രമാണ് വിജയിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ലൂണ ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പാർത്താലു പറഞ്ഞത് വളരെ സത്യമാണെങ്കിലും ശേഷം താരം പറഞ്ഞ വാക്കുകളാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ എല്ലാവരെയും ചൊടിപ്പിക്കുന്നത്. തുടർന്ന് പാർത്താലു പറഞ്ഞത് ഇപ്രകാരമാണ്: ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങിയ കാലം മുതൽ ഉള്ള ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ക്ലബ്ബ്. ബ്ലാസ്റ്റേഴ്സിന് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്ന ഒരുപാട് ടീമുകൾ ഇതിനോടകം തന്നെ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഈ ഒരു 10ാം സീസണിലേക്ക് ISLിലേക്ക് വന്ന പുതിയ ക്ലബ്ബായ പഞ്ചാബ് FC ഉടൻ തന്നെ കിരീടം നേടും. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ക്ലബിന് എപ്പോഴും ISL കിരീടം എന്നത് ഒരു സ്വപ്നം മാത്രമായി തീരും. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവിക്ക് ശേഷം മുൻ ISL താരവും നിലവിലെ കമന്റേറ്ററുമായ എറിക് പാർത്താലു രംഗത്ത് വന്നിട്ടുള്ളത്. പാർത്താലുവിന്റെ ഇത്തരത്തിലുള്ള ഒരു വാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവിയെ കുറിച്ച് മുൻ ഫുട്ബോൾ ഇതിഹാസമായ IM വിജയൻ പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് കടക്കാം. തോൽവിയെ കുറിച്ച് IM വിജയന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഇതാ, എവേ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഹോം മത്സരത്തിലെ ആ ഒരു എനർജി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ എവേ മത്സരത്തിൽ കാണാൻ സാധിക്കുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നോട്ട് പോകലിനെ തീർച്ചയായും എഫക്റ്റ് ചെയ്യും. കാരണം എന്താണ് എന്ന് വെച്ചാൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് മുന്നിൽ അധികം മത്സരങ്ങളൊന്നുമില്ല. ഇക്കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവിയെ കുറിച്ച് മുൻ ഫുട്ബോൾ ഇതിഹാസമായ IM വിജയൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഹോം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം മഞ്ഞപ്പട എന്ന ആരാധക കൂട്ടായ്മ തന്നെയാണ് എന്നുള്ളത്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധക കൂട്ടായ്മ തന്നെയാണ് അവരുടെ ഹോം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ വിജയിപ്പിക്കുന്നത്. ആ ഒരു എഫക്റ്റ് ബ്ലാസ്റ്റേഴ്സിന് എവേ മത്സരത്തിൽ കിട്ടുന്നില്ല. തീർച്ചയായും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് എവേ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്തത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ എവേ മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ എത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.